Hi guys, it's me, the Mallu Banker. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂൺ മന്തിന് വേണ്ടിയിട്ടുള്ള റോഡ് മാപ്പ് ആണ്. ഈ ഒരു മന്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം പഠിക്കാൻ എന്നുള്ളതും ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്നുള്ളതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഡിസ്കഷൻ പോലെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജൂൺ മന്ത് റോഡ് മാപ്പിലോട്ട് പോവാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്രീ കണ്ടന്റ്സും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത്, അതായത് ഒരു മെയ് ജൂൺ ജൂലൈ ഈ സമയങ്ങൾ എന്നൊക്കെ പറയുന്നത് എക്സാം ഒന്നും ഇപ്പൊ ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എക്സാംസ് ഇല്ലാത്തപ്പോൾ തന്നെ ആ കൂടെ തന്നെ നമ്മൾക്ക് മടിയും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എക്സാം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് പഠിക്കണം എന്നുള്ളതോ അതുപോലെ തന്നെ ഒരു ഫോക്കസ് കൊടുക്കാണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഒന്നും എക്സാം ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ഒരു ഫോക്കസ് നഷ്ടപ്പെടുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ ആർക്കും ടാർഗറ്റ്സ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുകയില്ല. എസ്പെഷ്യലി ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഡെയിലി ഇങ്ങനെ മടി പിടിച്ച് ആ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു RBI എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥയും ഇതൊക്കെ തന്നെയായിരുന്നു. RBI എക്സാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പ്രിലിംസ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അതിന് മുൻപായിരുന്നെങ്കിൽ എക്സാം റിസൾട്ട് വരുന്നതിന് മുൻപ് മെയിൻസിന് വേണ്ടിയിട്ട് തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ പ്രിലിംസ് കിട്ടാഞ്ഞ സാഹചര്യം ആയപ്പോഴേക്കും മൈൻഡ് ഒന്ന് ഡള്ളായി. അതുകൊണ്ട് തന്നെ പഠിക്കാൻ തോന്നി, പിന്നെ ഒരു മൂഡ് വരാണ്ടായി. അല്ലെങ്കിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചു പൊക്കോണ്ടിരിക്കുമായിരുന്നു ഞാൻ. പക്ഷെ ആ ഒരു പ്രിലിംസ് കിട്ടാഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു താളം ഫുൾ അങ്ങ് തെറ്റിപ്പോയി. ദെൻ അത് കഴിഞ്ഞിട്ട് പെരുന്നാൾ വന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിയട്ടെ, ദെൻ ജൂൺ 1 ആവട്ടെ എന്ന് വിചാരിച്ചു. ദെൻ ജൂൺ 1 ആയപ്പോഴാണ് എൻ്റെ കുഞ്ഞിന്റെ സ്കൂള് തുറക്കുന്നത് ജൂൺ 3 അപ്പോൾ വിചാരിച്ചു അവളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ഇനി പഠിക്കാൻ തുടങ്ങാം. അങ്ങനെ ജൂൺ 2 ആയി ഇന്ന്. ബട്ട് ഇന്ന് വരെയും ഒന്നും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തില്ല. ഇനിയിപ്പോ ജൂൺ 3 കഴിയട്ടെ എന്ന് വിചാരിക്കും. ദെൻ ജൂൺ 3 മൊത്തം അന്ന് ഞാൻ കൂടെ പോകണം. അതുകൊണ്ട് സമയം കിട്ടത്തില്ല. ജൂൺ 4 ആവട്ടെ എന്ന് ഓർക്കും. അങ്ങനെ ഞാൻ ഇന്ന് ഇരുന്ന് ചിന്തിച്ചപ്പോൾ, അതുപോലെ ഇന്ന് ഞാൻ കൗശിക് സാറിന്റെ ഒരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോഴാണ് എനിക്ക് എന്നെ പോലെ തന്നെ ഇത് ഫേസ് ചെയ്യുന്ന പലരും കാണുമെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ സാറിന്റെ വീഡിയോയിൽ സാർ പറയുന്നുണ്ട്, ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്നാണോ ഒരു പഠിക്കണമെന്ന് തോന്നുന്നത് ആ ടൈം ആയിരിക്കണം നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 4 ആകട്ടെ, എന്നിട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച ഞാൻ ഇന്ന് ഈ ജൂൺ 2 ആയപ്പോൾ തന്നെ എന്ത് ചെയ്തു, കറണ്ട് അഫയേഴ്സ് ജൂൺ 1 കറണ്ട് അഫയേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നതിലും നല്ലത് ഈ ഒരു 2026 എന്ന് പറയുന്ന ഇയർ എങ്കിലും നമ്മളുടെ ഡ്രീം അച്ചീവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നാളത്തേക്ക് മാറ്റി വെക്കാണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജൂൺ 4 വരെ ഞാൻ പോകുന്നില്ല. നാളെ എനിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ പഠിക്കാൻ പകലൊന്നും സമയം കിട്ടത്തില്ല. എന്നാൽ പോലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളും ഇതുപോലെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് മുൻപോട്ട് നീക്കി വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ദെൻ നിങ്ങൾ എപ്പോഴാണോ ഇരിക്കുന്നത്, ഇപ്പൊ ഈ ഒരു ടൈമിൽ ചുമ്മാ സ്ക്രോൾ ചെയ്തിരിക്കുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഒരു നിസ്സാരം ഒരു റീസണിങ്ങിന്റെ സെക്ഷനിലെങ്കിലും ചെയ്ത് നോക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ അതുപോലെ തന്നെ പുതുതായിട്ട് ഈ ഒരു എക്സാം ഫീൽഡിലോട്ട് വന്നവർക്ക് ക്യാൻ ഐ ക്രാക്ക് എക്സാം ഇഫ് ഐ സ്റ്റാർട്ട് നൗ എന്നുള്ള ഒരു ചോദ്യം കാണും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു 50% സിലബസ് ഒക്കെ കംപ്ലീറ്റഡ് ആണെങ്കിൽ, 50% സിലബസ് ഒക്കെ ഒരു കംപ്ലീറ്റഡ് ആണ്, അത്യാവശ്യം ബേസിക് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യെസ് യു ക്യാൻ. ബിക്കോസ് ഇനി വരുന്ന ടൈം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ജൂൺ മന്ത് ഫുൾ ഉണ്ട്. ദെൻ ജൂലൈ, ഓഗസ്റ്റ്, ഇത്രയും മാസം നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇത്രയും മാസം ആകുമ്പോഴേക്കും നമുക്ക് എക്സാംസ് വരുന്നുണ്ട്. ഓക്കെ, SBI PO ആണ് ആദ്യമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന എക്സാം. പക്ഷേ SBI POയ്ക്ക് ഒരു ഫിക്സ്ഡ് ടൈമിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോൾ വരും എന്നുള്ളത് അറിയില്ല. എന്നാലും ഈ ഒരു മാസം എന്താണെങ്കിലും അതിന്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആദ്യം ഞാൻ SBI PO ഒന്നും എഴുതുന്നില്ല എന്ന് വിചാരിച്ചു. ബട്ട് ഞാൻ ഓർത്തു ഇത്തവണ എന്താണെങ്കിലും എല്ലാ എക്സാംസും, ഒരു എക്സാം പോലും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ എക്സാംസും എഴുതണം, എല്ലാ എക്സാംസിനും ഈക്വൽ പ്രാധാന്യം കൊടുത്ത് എഴുതണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. SBI PO ആണ് ഈ ഒരു മന്തിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന എക്സാം. ദെൻ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളുടെ IBPSന്റെ കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ജൂൺ മാസത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അത്യാവശ്യം പ്രിലിംസ് ഏകദേശം എൻ്റെ
എല്ലാം ക്ലിയർ ആണ്. എനിക്ക് മെയിൻ പ്രശ്നം ഉള്ളത് മെയിൻസിലാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള പ്രശ്നം മെയിൻസിലായിരിക്കും. അപ്പോൾ ഞാൻ എന്താണ് വിചാരിക്കുന്നത്, പ്രിലിംസ് ഒത്തിരി പ്രാധാന്യം കൊടുക്കാണ്ട് മെയിൻസിന് കുറെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻസിൽ തന്നെ ക്വാൻസ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും ദെൻ നമുക്ക് ഉള്ളതാണ് കറണ്ട് അഫയേഴ്സ്. ഇത്രയും ഏരിയാസിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതും കറണ്ട് അഫയേഴ്സ് ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് മുതൽ തന്നെ എന്ത് ചെയ്തിരുന്നു, ആ ഒരു ഡെയിലി ബേസിസിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ ഡേയ്സും ഒക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാർച്ച് ഏപ്രിൽ മെയ് വരെ, മെയ് ലാസ്റ്റ് വീക്കിൽ ഒരു 2-3 ഡേയ്സ് സ്കിപ്പ് ചെയ്തു. എന്നാൽ പോലും മാർച്ച് ഏപ്രിൽ മെയ് വരെയുള്ള അത്യാവശ്യം കറണ്ട് അഫയേഴ്സ് ഒക്കെ ഞാൻ പഠിച്ചതായിരുന്നു. ഇനി അത് റീറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ക്വിസസും അതുപോലുള്ള എന്താണ് വീഡിയോ ക്ലാസ്സസും ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് റീറ്റെയിൻ ആയിട്ട് നിൽക്കും. സോ അതാണ് എനിക്ക് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് ജൂൺ 1 മുതൽ ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കാനുള്ളതെന്ന് പറയുന്നത് ഡെയിലി എഡിറ്റോറിയൽ വായിക്കും. അത് ഡെയിലി ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നില്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഒരു 2 വീക്സ് ആയിട്ട്. ആ ഒരു പ്രിലിംസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ വലുതായിട്ട് പഠിക്കുന്നൊന്നും ഇല്ലായിരുന്നു, ടു ബി ഓണസ്റ്റ്. അപ്പോൾ ഞാൻ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും ഫുള്ളി മോട്ടിവേറ്റഡ് ആയിട്ട് ഫുള്ളി എപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത്. ബട്ട് നമ്മൾ മനുഷ്യരാണല്ലോ, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനും ഓക്കെ അല്ലായിരുന്നു, എനിക്കും പഠിക്കാൻ ഒരു മൂഡൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മന്തായി സത്യം പറഞ്ഞാൽ ഈ ഒരു കൗശിക് സാറിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു എന്താണ് ഒരു ഡിസയർ വന്നു തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജൂൺ 4 വേണ്ടിയിട്ട് വെച്ചിരുന്ന ഞാൻ ഇപ്പോൾ ജൂൺ 2 ആയപ്പോഴേക്കും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തതിനുള്ള മെയിൻ കാരണം ആ ഒരു കൗശിക് സാറിന്റെ ഒരു വീഡിയോ ആയിരുന്നു. സോ അതുപോലെ ആർക്കെങ്കിലും ഇതും ഒരു ഫയർ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദെൻ റീസണിങ്ങിൽ മെയിൻസിൽ എനിക്ക് പ്രശ്നമുള്ളത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടും അതുപോലെ തന്നെ നമ്മളുടെ പസിൽസിലും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങിലുമാണ് എനിക്ക് മെയിൻ ആയിട്ടും പ്രശ്നമുള്ളത്. അതുപോലെ കോഡഡ് എന്താണ് ബ്ലഡ് റിലേഷൻ ഇതൊക്കെയും ചെയ്യാൻ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യും എന്നുള്ളത് എൻ്റെ ഒരു വലിയ വിഷയമാണ്. സോ അപ്പോൾ നമ്മൾ എന്താണ് ഒരു കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് നമ്മളുടെ നെഗറ്റീവ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഓരോ ക്വാൻസ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഞാൻ എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനും നിൽക്കുന്നത് എന്നുള്ളത് സെപ്പറേറ്റ് അനലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ക്വാൻസിനാണെങ്കിലും എനിക്ക് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടൈം എടുത്ത് ചെയ്യാൻ പറ്റും. എന്നാലും എനിക്ക് ആ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടെ ആക്കേണ്ട ആവശ്യമുണ്ട്. സോ ഞാൻ ക്വാൻസ് ഡെയിലി ഇനി മുതൽ മെയിൻസ് ലെവൽ പ്രാക്ടീസസ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ മെയിൻസ് ലെവൽ പ്രാക്ടീസ് ചെയ്ത്, അതായത് വീഡിയോ ക്ലാസ്സസ് ത്രൂ ആയിരിക്കും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. വീഡിയോ ക്ലാസ് ത്രൂ പ്രാക്ടീസ് ചെയ്യും. മെയിനായിട്ടും ഫോളോ ചെയ്യാൻ പോകുന്ന കൗശിക് സാറിന്റെ ക്ലാസ്സസ് ആയിരിക്കും. ദെൻ ചിലപ്പോഴാണെങ്കിൽ ഹർഷൽ സാർ, മെയിൻലി കൗശിക് സാർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഈ ഒരു മെയിൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ജൂൺ മന്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഡെയിലി ബേസിസിൽ ഞാൻ ഓർക്കുന്നത്, ഡെയിലി ബേസിസിൽ ഞാൻ എൻ്റെ ഒരു സ്റ്റഡി റുട്ടീൻ ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അത് എനിക്കും ഒരു മോട്ടിവേഷൻ ആകും, പഠിക്കാതിരിക്കുന്ന നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഡെയിലി ബേസിസിൽ ഞാൻ ഒരു ഡെയിലി എൻ്റെ ആ ഒരു റുട്ടീൻ ഷെയർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഡെയിലി റുട്ടീൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അതുപോലെ തന്നെ എനിക്ക് സെൽഫായിട്ട് മോട്ടിവേറ്റ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി റുട്ടീൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സോ അതുപോലെ തന്നെ ഈ ഒരു ജൂൺ മന്തിൽ ഞാൻ അത്യാവശ്യം എൻ്റെ എല്ലാ സിലബസും മെയിൻസ് ലെവലിലുള്ള എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അതിൽ മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുന്നത് ക്വാൻസിനും റീസണിങ്ങിനുമാണ്. ഓക്കെ, ക്വാൻസിനും റീസണിങ്ങിനും ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. റീസണിങ് ഇപ്പോൾ ഒരു ഡേ ഇപ്പോൾ വീഡിയോ ക്ലാസ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്വാൻസിൻ്റെ വീഡിയോ ക്ലാസ് ഇന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ റീസണിങ്ങിൻ്റെ സെക്ഷനിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും ചെയ്യാൻ പോകുന്നത് SBI POന്റെ ആയിരിക്കും. SBI PO ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസും SBI PO ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ഒക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ ഈ ഒരു ചാലഞ്ച് ഒരു ചാലഞ്ചായിട്ട് തന്നെ നമുക്കിത് കാണാം. അപ്പോൾ ചാലഞ്ചിന് റെഡി ആണോ എന്ന് കമൻറ്റ് ചെയ്യണം. സോ അപ്പോൾ നാളെ എനിക്ക് രാവിലെ മാത്രമേ പഠിക്കാൻ ടൈം കിട്ടുകയുള്ളൂ. കാരണം എനിക്ക് നാളെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിൽ പോകേണ്ടതുണ്ട്. സോ അവൾക്ക് നാളെയാണ് ക്ലാസ് LKG സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു 4 AM
എൻ്റെ ഒരു എന്താണ് പഠനം സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 6 AM വരെയുള്ള ടൈം, അല്ലെങ്കിൽ ഒരു 6 to 7 AM വരെയുള്ള ടൈം വരെ എനിക്ക് പഠിക്കാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ലാണ്ട് പിന്നെ പകരം എനിക്ക് ടൈം വേറെ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നാളെ മുതൽ എൻ്റെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇനി അത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്നില്ല. ഡേ 1 നാളെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നിങ്ങളുമായിട്ടും എൻ്റെ ഓരോ പഠിക്കുന്ന കാര്യങ്ങളും ഷോക്കേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു ഡേ 1 to ഡേ 30 വരെ, ഡേ 30 അല്ല, ഓക്കെ, അപ്പോൾ നാളെ ഡേ 1 ആയിട്ട് എടുക്കുവാണെങ്കിൽ അതായത് ജൂൺ 30 വരെ ഉള്ള ആ ഒരു ഡേയ്സിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി ആണ് മെയിൻ ആയിട്ടും വേണ്ടത്. ഇപ്പോൾ ഒരു ഡേ ഒരു 10 to 12 അവേഴ്സ് പഠിച്ചാൽ മാത്രമേ ഓക്കെ ആവൂ എന്നൊന്നും ഇല്ല. അപ്പോൾ ഡേ ഒരു 1 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു 2 അവേഴ്സ് ആണെന്നുണ്ടെങ്കിലും പഠിച്ചാൽ മതി. സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ചലഞ്ചിന് റെഡി ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.